അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സുന്നത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ് ഇനി അടുത്തത്. മക്റൂഹാത്തു സ്വലാത്തി, നിസ്കാരത്തിലുള്ള കറാഹത്തുകളാണ് പറയുന്നത്. യുക്റഹു, കറാഹത്താക്കപ്പെടും. തർക്കു സുന്നത്തിൻ മുഅക്കദത്തിൻ, മുഅക്കദായ സുന്നത്തുകൾ ഉപേക്ഷിക്കൽ കറാത്താണ്. മിൻ സുനനി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽ നിന്ന്. അതെന്താ അതിന് കാരണം? ലിവുറൂദിൻ നഹി ഫി തർക്കിഹാ, ആ സുന്നത്ത് മുഅക്കദായ സുന്നത്തുകളെ ഉപേക്ഷിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വക്കത്തു നിന്ന് വ്യംഗ്യമായ ഒരു വിലക്കുണ്ട്. വ്യക്തമായ വിലക്കില്ല, വ്യക്തമായ വിലക്കുണ്ടെങ്കിൽ അത് ഹറാമായി പോകും. വ്യംഗ്യമായ വിലക്കുണ്ട് എന്നത് കാരണത്താൽ ഒരു ഉദാഹരണം പറയാം. നിസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കുക എന്നുള്ളത് മുഅക്കദായ സുന്നത്താണ്. കാരണം എന്താ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചില ആളുകളുടെ നിസ്കാരം, അവരുടെ നിസ്കാരത്തിൻ്റെ സമയത്ത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി. ഒരു നിരോധനം വ്യക്തമായിട്ടല്ല, അങ്ങനെ നോക്കരുത് എന്ന് പറഞ്ഞ് വ്യക്തമായി നിരോധിച്ചതല്ല, അങ്ങനെ വ്യംഗ്യമായിട്ട് റസൂൽ നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് ഉപേക്ഷിക്കൽ അത് കറാഹത്താണ്. കാരണം അത് മുഅക്കദായ സുന്നത്താണ്. ഒരു കാരണം അതാണ്. അല്ലെങ്കിൽ ഔ ഖിലാഫിൻ ഫി വുജൂബിഹ, അത് നിർബന്ധമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതർക്കിടയിൽ ഖിലാഫുള്ള മസ്അലയാണ്. ഏതുപോലെ അവസാനത്തെ തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അവിടെ മുത്തുനബിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്. ആളിൻ്റെ മേൽ, മുത്തുനബിൻ്റെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമുണ്ടോ എന്ന വിഷയത്തിൽ ഖിലാഫുണ്ട്. അപ്പോൾ അത് സുന്നത്താണെന്ന് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞു. അപ്പോൾ മറ്റു ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മസ്അലകളിലൊക്കെയും എന്താണ്? അത് ഉപേക്ഷിക്കൽ അത് കറാഹത്താണ്. അമ്മാ ഗൈറുഹ, അപ്പോൾ ഇതല്ലാത്തത് മുഅക്കദ മിന സുനനി, സുന്നത്തുകളിൽ നിന്ന് മുഅക്കദായ സുന്നത്തല്ലാത്തതാകുന്നത് ഫതർക്കുഹ, അതിനെ ഉപേക്ഷിക്കൽ ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്ത് നമ്മൾ കയ്യിനെ ചുമലിന് നേരെ ആക്കണം. ഇരു കരങ്ങളെയും ചുമലിന് നേരെ ആക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. അത് ഉപേക്ഷിക്കൽ എന്താണ്? കറാഹത്തൊന്നുമില്ല, പക്ഷെ നല്ലതിനെതിരാണ്. കാരണം അത് മുഅക്കദായ സുന്നത്തിൽപ്പെട്ടതല്ല, സുന്നത്താണ്. ഇനി മിനൽ മക്റൂഹാത്തി, കറാഹത്തായ കാര്യങ്ങളിൽ പെട്ടതാണ്. ഫിസ്വലാത്തി, നിസ്കാരത്തിൽ. ഹാദിഹിൽ ഉമൂറുല്ലാത്തിയത്തു, താഴെ പറയുന്ന കാര്യങ്ങൾ, താഴെ കുറേ കാര്യങ്ങൾ എണ്ണി പറയുന്നു. അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? കറാഹത്താകുന്ന കാര്യങ്ങളാണ്. നമ്പർ 1 അൽ മക്റൂഹാത്ത്. ഇനി 2 കാറ്റഗറിയൊക്കെയാണ്, 2-3 കാറ്റഗറിയാക്കി മുസന്നിഫ് തിരിക്കുന്നു. നിസ്കാരം തുടങ്ങുന്ന സമയത്ത് കറാഹത്തുള്ളത്, പിന്നെ ഇരുത്തത്തിൽ, നൃത്തത്തിൽ, അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കൂടുതൽ വ്യക്തത കിട്ടാനാണ്. അൽ മക്റൂഹാത്തു ഇൻദ ശുറൂഇ ഫിഹ, നിസ്കാരത്തിൽ പ്രവേശിക്കുന്ന സമയത്തുള്ള കറാഹത്തുകളാണ് ആദ്യം പറയുന്നത്. നമ്പർ 1 ദുഖൂലു സ്വലാത്തി, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ബി മുദാഫഅത്തി ഹദസിൻ, അശുദ്ധിക്ക് മുട്ടിക്കൊണ്ട്. മിൻ ബൗലിൻ, മൂത്രമൊഴിക്കലിനാലുള്ള. ഔ ഗായിത്തിൻ, അല്ലെങ്കിൽ കാഷ്ടിക്കലിനാലുള്ള. ഔ റീഹിൻ, അല്ലെങ്കിൽ കീവായു പോകലിനാൽ. ഇവക്കൊക്കെ മുട്ടുന്നുണ്ട്, എന്നിട്ടും ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കൽ അത് കറാഹത്താണ്. നമ്പർ 2 രണ്ടാമത്തെ ദുഖൂലുഹ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. ബി തൗഖാനിൻ നഫ്സി, അവൻ്റെ ശരീരം ആവശ്യമായിക്കൊണ്ട് എന്ത്? ഇലാ ത്വാമിൻ, ഭക്ഷണത്തിലേക്ക് അവൻ്റെ ശരീരം ദാഹിക്കുന്നുണ്ട്. അതുപോലെ ഔ ഷറാബ്, അല്ലെങ്കിൽ പാനീയത്തിലേക്ക്. ഔ ജിമായി, അല്ലെങ്കിൽ സംയോഗം ചെയ്യുന്നതിലേക്ക്. ഇങ്ങനെ അവന് ആവശ്യമുണ്ട്, അവൻ്റെ ശരീരം ദാഹിക്കുന്നുണ്ട്, എന്നിട്ടോ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. എപ്പോൾ? ഇന്ദ ഹുദൂരിൽ മത്അമി, ഭക്ഷണം ഹാളിറായ സമയത്ത്. ഭക്ഷണമൊക്കെ റെഡിയാണ്, ടേബിൾ മേലുണ്ട്, എന്നിട്ടും അവൻ ഭക്ഷണം കഴിക്കാതെ അവൻ പോയി നിസ്കരിക്കുക, അത് പാടില്ല, അത് കറാഹത്താണ്. അതുപോലെ വൽമശറ, പാനീയം റെഡി ആയിട്ടുണ്ട്, എന്നിട്ടും പാനീയം കുടിക്കാതെ നിസ്കരിക്കുക. വസൗജി, ഇണകൾ, ഭാര്യ ഭർത്താക്കന്മാർ റെഡി ആയിട്ടുണ്ട്, എന്നിട്ട് അവനക്ക് ജിമാൻ ആഗ്രഹമുണ്ട്, എന്നിട്ടും അവൻ എന്താണെന്നില്ല, അത് ചെയ്യാതെ നിസ്കരിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. മൂന്നാമത്തത് ദുഖൂലുഹ, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കലാണ്. ബി ഒലബത്തി നൗമിൻ, ഉറക്കം അങ്ങേയറ്റം ശക്തമാണ്, ഭയങ്കര ഉറക്കം വരുന്നുണ്ട്, എന്നിട്ടും നിസ്കാരത്തിലേക്ക് കടക്കുക, അതൊക്കെ കറാഹത്താണ്. അത് കാരണം എന്താ? നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ ഭയഭക്തി എന്ന് പറയുന്നത്, ഖുശൂ എന്ന് പറയുന്നത്. ഞാൻ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടെ ആയിരിക്കണമല്ലോ നിസ്കരിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഇടറിപ്പോവാറുണ്ട്. ചിന്തകൾ പടച്ചവൻ്റെ മുമ്പിലാണെന്ന ബോധത്തിൽ നിന്ന് വ്യതിചലിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഘട്ടങ്ങളിൽ നിസ്കരിക്കരുത്, അത് കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കണം. പക്ഷേ നിസ്കാരം കലാവും എന്ന് കണ്ടാൽ ഉടനെ നിസ്കരിച്ചോളണം, അവിടെ ഈ മസ്അല ബാധകമല്ല. ഇനി മക്റൂഹാത്തുൽ ഖിയാമി വൽ ജുലൂസി, നൃത്തത്തിലും ഇരുത്തത്തിലുമുള്ള കറാഹത്തുകളാണ് അടുത്തത് പറയുന്നത്. ഒന്നാമത്തത് എന്താണ്?
അൽ ഇസ്തിനാദു, അവൻ ചാരി നിൽക്കലാണ്, ഇലാ ഷൈഇൻ, ഒരു വസ്തുവിലേക്ക്, ബിലാവുദ്ദീൻ, ഒരു കാരണമില്ലാതെ. നല്ല സ്റ്റാണായി നിൽക്കാൻ പറ്റുന്ന ആളാണ്, എന്നിട്ടും അവനെന്താണ് ഒരു വസ്തുവിലേക്ക് ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക, നിൽക്കുക. ഇതൊക്കെ കറാഹത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് അൽ ഖിയാമു, നിൽക്കുക, അലാ റിജിലിൻ, കാലിന്മേൽ, വാഹിദി, ഒറ്റ കാലിന്മേൽ ഇങ്ങനെ നിൽക്കുക, ബിലാവുദ്ദീൻ, ഒരു കാരണമില്ല. എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റും, പക്ഷെ ഒരു കാരണമില്ലാതെ നിൽക്കുക അത് പറ്റില്ല, അത് കറാഹത്താണ്. അതുപോലെ തഖ്ദീമു റിജിലിൻ, കാലിനെ മുന്തിക്കൽ അൽ ഉഖ്റ, മറ്റൊന്നിനേക്കാൾ രണ്ട് കാലിൽ നിന്ന് ഒന്നും മുന്നോട്ട് വെച്ച് നിസ്കരിക്കുക. ഫിൽ ഖിയാം, നൃത്തത്തിൽ, ബിലാവുദ്ദീൻ, ഒരു കാരണമില്ലാതെ. ഏഴാമത്തത് ഇൽസാഖു ഖദമൈ, അവൻ്റെ രണ്ട് കാൽപാദങ്ങളെ അടുപ്പിച്ചു വെക്കുക, ബിലാവുദ്ദീൻ, ഒരു കാരണമില്ലാതെ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞു ഒരു ചാണ് ഗ്യാപ്പ് ഇടൽ സുന്നത്താണ്, അങ്ങനെ വിടാതെ അടുപ്പിച്ചു വെക്കൽ എന്താണ്, അത് കറാഹത്താണ്. സല്ലല്ലാഹു അലാ ഖൈറൽ ഖുസൈന മുഹമ്മദ് നബിയുൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.